எப்படி இருக்குது? പഞ്ചായത്ത് பஞ்சாட்டு இருக்குதா? ഹലോ ഗേസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റാഗി ഉരുണ്ട അല്ലെങ്കിൽ കളി എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. തമിഴ്നാട്ടിൽ കളി എന്നാണ് പറയുക. അപ്പോൾ ഇത് എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരുപാട് ദിവസമായി എന്നോട് ഇതൊന്ന് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും പാർട്ടിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കളി ഉണ്ടാക്കാൻ പോവുകയാണേ. നമ്മൾ എടുക്കുന്നത് 2 ഗ്ലാസ് റാഗിപ്പൊടിയാണ് കേട്ടോ. 2 ഗ്ലാസ് റാഗിപ്പൊടിക്ക് 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബബിൾസ് വരുന്നവരെ അത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണേ. അപ്പോഴേക്കും നമ്മുടെ പൗഡർ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയ റാഗിപ്പൊടിയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാഗി എങ്ങനെയാണ് കഴുകി പൊടിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു മരത്തവി, ഇല്ലെങ്കിൽ ഈ പരിപ്പാമത്ത് എന്നൊക്കെ പറയും കേട്ടോ. മത്താണ്. അപ്പോൾ പരിപ്പൊക്കെ കടയിൽ നിന്ന് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും അതിലേക്ക് തന്നെ ചേർത്തിട്ടുണ്ടാവും കേട്ടോ. റാഗി പൗഡറിലേക്ക് നേരെ സോൾട്ട് ചേർക്കാതിരിക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടി കട്ടിയുള്ളൊരു പാത്രം വേണം, ഇല്ലെങ്കിൽ ഒരു കുക്കർ എടുത്താലും മതി കേട്ടോ. അതിനുശേഷം നന്നായി ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ടിയില്ലാതെ നന്നായി സ്പീഡിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഞാൻ ഒരു കയ്യിൽ ആദ്യം ഫോൺ വെച്ചിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനെ വേഗം വിളിച്ചിട്ട് ഒന്ന് എടുത്ത് തരുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അമ്മയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. അതിനുശേഷം നമ്മൾ വേഗം കൈയൊക്കെ കുക്കറിൻ്റെ ഒന്നിലേക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് സ്പീഡിൽ നന്നായി ഇളക്കി കൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വേഗം തന്നെ എങ്ങനെ നല്ല ഭംഗിയായിട്ട് അത് കിട്ടും കേട്ടോ. ഒരുപാട് നമ്മൾ ഈ തവി കൊണ്ടോ സ്റ്റീൽ തവി കൊണ്ടൊക്കെ ഇളക്കി കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ടയായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഉരുണ്ട അത് കറക്റ്റ് രീതിയിൽ കിട്ടില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഉരുണ്ട പോലും അതിൽ കട്ടയൊന്നും പിടിക്കാത്തതാണ് കിട്ടിയിട്ടുണ്ടാവുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണ് ഈ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് ആഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം, പക്ഷെ നല്ല കല്ല് പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ കേട് വരുന്ന ഒരു സംഭവമേ അല്ല കേട്ടോ ഈ ഒരു റാഗി ഉരുണ്ട അല്ലെങ്കിൽ കളി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നെയ്യ് വീണ്ടും ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്നുകൂടി കത്തിച്ചതിന് ശേഷം സ്ലോയിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഇതേപോലെ നന്നായി ഇളക്കണം. അടിയൊന്നും പിടിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ വീണ്ടും ഫ്ലെയിം കത്തിച്ച് ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് ഒന്നുകൂടി കുക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് നമുക്ക് വയറുവേദന എടുക്കും. എന്താ വെച്ചാൽ നമ്മളിത് വെറുതെ ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് ഉരുണ്ട പിടിച്ചാൽ അത് കളിയാവില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ ഫ്ലെയിം കത്തിച്ചതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്യണം. അതിനാണ് ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിന് ശേഷം നമ്മളിങ്ങനെ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലൊന്നും ഒട്ടാതെ ഇതുപോലെ ഉരുണ്ട പിടിക്കണം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് രീതിയിൽ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ പാകം വെന്തു എന്ന അർത്ഥമാണ് കേട്ടോ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കരുത്. ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇത് ഉരുണ്ട പിടിക്കണം കേട്ടോ. കയ്യൊക്കെ ഒന്ന് പൊള്ളും, അതൊന്നും കാര്യമാക്കരുത്. പക്ഷേ ഇത് നമുക്ക് 2-3 ദിവസം ഇല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്കിത് എടുത്ത് വെക്കാം കേട്ടോ. പണ്ടൊക്കെ എൻ്റെ അച്ഛന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരുപാട് വെള്ളത്തിൽ കൈ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഉരുണ്ട പിടിക്കരുത്. പാകത്തിന് നമ്മുടെ കൈ പൊള്ളുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് മുക്കിയിട്ട് നമ്മളിങ്ങനെ ഉരുണ്ട പിടിച്ചിട്ട് വാഴയിലയിൽ ഇതുപോലെ വെക്കുക കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഇതേപോലെ ഉരുണ്ടകളാക്കിയതിന് ശേഷം ഒരു മൺപാനയിൽ ഇട്ട് വെക്കും, എന്നിട്ട് വെള്ളം ഒഴിച്ച് വെക്കും. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് വെച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഇത് ഓരോ ഉരുളകൾ എടുക്കുക, മോരും എന്താ പറയുക ചെറുള്ളിയൊക്കെ ഇങ്ങനെ ഞെരടിയിട്ട് ഇതിങ്ങനെ കൈ കൊണ്ട് നല്ല ഞെരട്, അതിന് ശേഷം ഇത് ഇങ്ങനെ കോരി കുടിക്കുക കേട്ടോ. അപ്പോൾ റാഗി കളി ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഫസ്റ്റ് ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ഒരാഴ്ച അത് കേട് വരാതെ നമുക്ക് ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ വെള്ളം ഒഴിച്ച് ഒരു മൺപാനയിൽ ഇതെടുത്ത് വെക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും വെള്ളം മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇത് ഒരാഴ്ചയ്ക്ക് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഓരോ ഉരുളകളൊക്കെ എടുത്തിട്ട് തൈരും ചെറുള്ളിയൊക്കെ ഇട്ടിട്ടാണ് അച്ഛനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ മീൻ കറിയോ എന്താ പറയുക ചിക്കൻ കറി ഇല്ലെങ്കിൽ കരുവാട്ട്, അതായത് ഉണക്ക മീൻ കറിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ.
പക്ഷേ മെയിനായിട്ട് ഇത് തൈരും മറ്റേ ഉള്ളിയൊക്കെ കൂട്ടി കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റാഗി ഉരുണ്ട റെഡി ആയിട്ടുണ്ട്. എനിക്കൊരു 9 ഉരുണ്ട കിട്ടിയിട്ടോ റാഗി കളി എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ വെച്ചൊരു മീൻകറി ഉണ്ടായിരുന്നു, നെത്തൽ മീൻകറി. അപ്പോൾ കൊഴുവാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ അത് കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കി. അപ്പോൾ വായിലിങ്ങനെ ഇടുമ്പോഴേക്കും ഇങ്ങനെ ഗ്ലിക്കെന്ന് ഇറങ്ങി പോകട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നെയ്യ് ഒഴിച്ചില്ലെങ്കിൽ ഈ സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും നെയ്യ് ആഡ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ മൺപാനിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഫ്രിഡ്ജിലൊരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആരെങ്കിലാണെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലൊരു ഹെൽത്തി ആയ ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അച്ചമ്മയ്ക്ക്. അപ്പോൾ ഞാനിത് 2 എടുത്തതിന് ശേഷം നമ്മൾ പാട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പാട്ടി പാവ ഇപ്പോൾ ഒരു 95 വയസ്സ് കഴിഞ്ഞു കേട്ടോ പാട്ടിക്ക്. അപ്പോൾ അത്ര ഓർമ്മയൊന്നുമില്ല, എന്നാലും പാട്ടി ആൾ ആക്റ്റീവാണ് കേട്ടോ. അപ്പം നമുക്ക് പാട്ടിക്ക് എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് മീൻകറിയും പിന്നെ കളിയും പിന്നെ കുറച്ച് മോരുകറി ഉണ്ടാക്കിയതുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇതേ പാട്ടിയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിതേ സ്കൂട്ടിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പാട്ടി പാവം ഇങ്ങനെ ഉമ്മർത്തിരിക്കുകയാണ് കേട്ടോ. പാട്ടിക്ക് ഇതുപോലെയുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ 95 വയസ്സായിട്ട് ഇതുപോലെ ഇരിക്കുന്നത്. നമ്മളൊക്കെ ഇതുപോലെ 95 വയസ്സിൽ ഇരിക്കുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല കേട്ടോ. അപ്പോൾ പാട്ടിക്ക് ഇപ്പോൾ ഒന്നും വയ്യ. പണ്ടൊക്കെ ഇതുപോലെയുള്ള ഫുഡൊക്കെ പാട്ടി തന്നെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ വയസ്സായതിന് ശേഷം നല്ല ഏജ് ആയില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ പാട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ കളിയൊക്കെ കിട്ടിയപ്പോൾ. ഇത് കോയമ്പത്തൂർ മാത്രമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ, നമ്മുടെ അവിടെ നിന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കലില്ല. അപ്പോൾ പാട്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അതേപോലെ ഒരുപാട് ഫുഡൊന്നും പാട്ടി അങ്ങനെ കഴിക്കില്ല. എൻ്റെ പാട്ടിക്ക് കുറച്ച് ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ പാട്ടി ഇങ്ങനെ കളിയൊക്കെ ഉണ്ടാക്കി തന്നതിൽ ഭയങ്കര ഹാപ്പി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ ഗൈസ്.